ഇന്നത്തെ ഈ കഥ എങ്ങനെയുള്ളതാണെന്നാൽ, അങ്ങനെ ഒരു പെണ്ണ്, അവളുടെ കർവാ ചൗത്ത് ഒരു സന്തോഷം നിറഞ്ഞ ആഘോഷമായിരുന്നില്ല. ഈ കഥ റീത്തയുടേതാണ്. അവൾ രാജസ്ഥാനിലെ ഒരു ചെറിയ ഗ്രാമത്തിലുള്ളവളാണ്. റീത്തയ്ക്ക് കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ 2 വർഷമായതേ ഉള്ളൂ. പക്ഷെ അവളുടെ ഭർത്താവ് വിജയുടെ വെള്ളമടി അവളുടെ ജീവിതത്തിനെ നരകമാക്കി മാറ്റി. രാത്രി നല്ല ഇരുട്ടായി. റീത്ത തന്റെ ഭർത്താവിന് വേണ്ടി വാതിൽക്കൽ കാത്തിരിക്കുകയാണ്. വിജയ് ലഹരിയോടെ വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു. വന്നതും ടേബിളിൽ വന്നിരുന്നു. എന്താണ് പാചകം ചെയ്തിരിക്കുന്നത്? സബ്ജിയിൽ ഇത്രയും ഉപ്പ്? സബ്ജിയിൽ ഉപ്പിട്ടോ അല്ലെ ഉപ്പിൽ സബ്ജി ഇട്ടിട്ടുണ്ടോ? ഇല്ല ചേട്ടാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതാണ് ഞാൻ ചെയ്തത്. ഉപ്പ് കുറച്ചാണ് ഇട്ടത്. നോണോ പറയുന്നോ? നിനക്ക് പാചകം ചെയ്യാൻ പോലും അറിയില്ല. നീ എല്ലാം ഒരു പെൺകുട്ടി. വെയിറ്റ് ചെയ്യൂ, ഞാൻ വീണ്ടും ഉണ്ടാക്കി തരാം. വീണ്ടുമോ? ഓരോരോ പ്രാവശ്യം ഇതുപോലെയാണ് ചെയ്യുന്നത്. ഞാൻ നിന്നെ എന്താ ചെയ്യുമെന്ന് നോക്ക്. വിജയ് ദേഷ്യത്തിൽ റീത്തയുടെ മേലിലേക്ക് ഗ്ലാസ് വലിച്ചെറിഞ്ഞു. ഗ്ലാസ് റീത്തയുടെ നെറ്റിയിൽ ചെന്നുകൊണ്ടു. പിന്നെ രക്തം ഒലിക്കാൻ തുടങ്ങി. വിജയ് കയ്യിൽ കമ്പെടുത്തുകൊണ്ട് ഒച്ച വെക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. റീത്ത കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി. വിജയും ലഹരിയിൽ ആടിക്കൊണ്ട് അവളുടെ പുറകെ തന്നെ വിരട്ടിക്കൊണ്ട് ഓടി. കുറച്ചു സമയത്തിനകം തന്നെ റീത്ത അവിടെ നിന്നും മാഞ്ഞുപോയി. ഗ്രാമത്തിൽ ദൂരെ ആളില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു മരത്തിനടിയിൽ ഒരു മന്ത്രവാദിനിയായ താരാമകി ഇരിക്കുകയാണ്. അവൾ മാന്ത്രികം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വശത്തും ഇരുട്ട് നിറഞ്ഞ ശാന്തതയായിരുന്നു. അപ്പോഴാണ് ആരോ ഒരു സ്ത്രീ വിഷമത്തോടെ കരയുന്ന ശബ്ദം കേട്ടത്. ഇതെന്ത് ശബ്ദമാണിത്? എവിടെ നിന്നാണോ കരയുന്ന ശബ്ദം കേട്ടത്, താരാമുഖി ആ ദിശയിലേക്ക് ചെന്നു. മരത്തിനടിയിൽ ആരോ ഇരിക്കുന്നത് അവൾ കണ്ടു. അടുത്തു പോയപ്പോഴാണ് മനസ്സിലായത് അത് റീത്തയാണെന്ന്. അവൾ കരയുകയാണ്. ആരാണ് നീ? ഈ ഇരുട്ടത്തി കാടിനകത്ത് എന്ത് ചെയ്യുകയാണ്? എൻ്റെ പേര് റീത്തയാണ്. ഞാൻ തൊട്ടടുത്ത ഗ്രാമത്തിലാണുള്ളത്. എൻ്റെ ഭർത്താവിനെ പേടിച്ച് മറഞ്ഞിരിക്കുകയാണ്. പക്ഷേ എന്തിന്? എൻ്റെ ഭർത്താവ് വിജയ് ഒരു സൂപ്പർവൈസറാണ്. പക്ഷേ ദിവസവും മദ്യപിച്ചിട്ടേ വീട്ടിലേക്ക് വരൂ. എന്നെ അദ്ദേഹം ഒരുപാട് ഉപദ്രവിക്കുന്നു, ചീത്ത വിളിക്കുന്നു. പിന്നെ ഇന്ന് അദ്ദേഹം എന്നെ കൊല്ലാനും ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം എന്നെ കൊന്നുകളയും. ഞാനുള്ളപ്പോൾ അവനെ കൊണ്ട് നിന്നെ കൊല്ലാൻ സാധിക്കില്ല. മോളെ, നാളെ കർവാ ചൗത്ത്. ഈ വ്രതം ഭർത്താവിൻ്റെ ആയുസ് കൂട്ടാൻ വേണ്ടി ഇരിക്കുന്നതാണ്. നിന്റെ ഭർത്താവ് നല്ലവനല്ലെങ്കിൽ അവൻ്റെ മരണവും നീ ക്ഷണിക്കാവുന്നതാണ്. എന്ത്? പക്ഷെ എങ്ങനെ? നാളെ നീ തയ്യാറായിരിക്കെ. ഞാൻ കർവാ ചൗത്ത് ദിവസം മന്ത്രവാദം ചെയ്യാനായി ഞാൻ തന്നെ നിന്റെ വീട്ടിലേക്ക് വരാം. റീത്ത അവിടെ നിന്നും തൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. സമയം രാവിലെയായി. പക്ഷേ കാറ്റത്തൊരു ഒറ്റപ്പെടലുണ്ടായിരുന്നു. വിജയ് ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുകയായിരുന്നു. മുൻപിൽ റീത്ത നിൽക്കുകയാണ്. മര്യാദയായി മാറിയേക്ക്, അല്ലെങ്കിൽ ഒരു ദിവസം എൻ്റെ കൈ കൊണ്ട് തന്നെ മരിച്ചു പോവും. ഇന്ന് കർവാ ചൗത്ത്. രാത്രി വീട്ടിൽ പൂജയുണ്ട്. നിങ്ങൾ കുറച്ച് നേരത്തെ വരൂ. ശരി ശരി. വിജയ് ഓഫീസിലേക്ക് പുറപ്പെട്ടു പോയി. ഇന്ന് കർവാ ചൗത്താണ്. റീത്ത നന്നായി ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷെ അവളുടെ മുഖത്ത് സന്തോഷത്തിനു പകരം വെറുപ്പ് മാത്രമാണ് കാണപ്പെട്ടത്. അവൾ താരാമുഖി വരാനായി കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കതക് തട്ടുന്ന ശബ്ദം കേട്ടത്. റീത ചെന്ന് കതക് തുറന്നു. അവിടെ താരാമുഖി നിൽക്കുകയായിരുന്നു. നീ എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ. റീത്ത അലമാരയിൽ നിന്നും രക്തം, എലുമ്പുകൾ, പിന്നെ ശ്മശാനത്തിലെ ചാമ്പലും എടുത്ത് താരാമുഖിക്ക് നൽകി. താരാമുഖി ഒരു കാലചക്രം ഉണ്ടാക്കി. റീത്ത, ഈ കാലചക്രത്തിൽ ഇരിക്കെ. ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി അങ്ങനെ ഒരു പൂജ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് രക്തവേതാളം നിന്റെ അടിമയായി മാറും. താരാമുഖിയും റീത്തയും രണ്ടുപേരും മന്ത്രവാദം ചെയ്യാൻ തുടങ്ങി. താരാമുഖി അവിടെ ഒരു അഗ്നികൂടമുണ്ടാക്കി. അവിടെ ഒരു അരിപ്പ് വെച്ചു. അതിലൊരു കറുത്ത കല്ലുണ്ടായിരുന്നു. രക്തവേദായ നമഃ. ശംശാൻ ചിതാ ജ്വാല തമസി രാത്രി സന്നാദഹേ. റീത്ത ആ മന്ത്രയാഗത്തിൽ മൂழ்കിപ്പോയി. അപ്പോഴാണ് കതക് തട്ടുന്ന ശബ്ദം കേട്ടത്. റീത്ത പേടിച്ചുപോയി. ഇപ്പോൾ ആരാണ് വന്നത്? ആരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറയുക? റീത്ത പേടിച്ചുകൊണ്ട് കതക് തുറന്നു.
മുൻപിൽ വിജയ് നിൽക്കുകയായിരുന്നു. അവനെ കണ്ടതും റീത്ത ആകെ ഞെട്ടിപ്പോയി. ഇവിടെ നോക്ക്, ഞാൻ എൻ്റെ ഫോൺ മറന്നുപോയി. വിജയ് ഫോൺ എടുക്കാനായി അകത്തേക്ക് വന്നു. അവൻ നോക്കിയപ്പോൾ അവിടെ താരാമുഖി ഇരിക്കുകയായിരുന്നു. പിന്നെ വീട്ടിൽ മന്ത്രയാഗം നടക്കുകയായിരുന്നു. എൻ്റെ വീട്ടിൽ എന്താണ് നടക്കുന്നത്? നിങ്ങളുടെ ദീർഘായുസിനു വേണ്ടി യാഗം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ മുൻപ് കർവാ ചൗത്തിൽ ഇതുപോലെ ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ യാഗം കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ വർഷമേ ചെയ്യാവൂ. വൈകുന്നേരം പൂജയ്ക്ക് വേഗം വന്നേക്കേ. ശരി, ഞാൻ വൈകിട്ട് 7 മണിക്കുൾ വന്നേക്കുന്നു. വിജയ് വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോയി. അവനിതറിയില്ല, ഈ യാഗം അവൻ്റെ ദീർഘായുസിനു വേണ്ടിയല്ല, അത് അവൻ്റെ മരണത്തിനെ വരവേൽക്കാൻ വേണ്ടിയാണെന്ന്. താരാമുഖിയും റീത്തയും മന്ത്രയാഗങ്ങൾ ചെയ്യുകയായിരുന്നു. ഋക് വേദാളായ നമഃ, സംശാൻ ചിതാ ജ്വാല, തംസി രാത്രി സനാദഹി. താരാമുഖി എന്ത് മന്ത്രം പറഞ്ഞോ അത് തന്നെ റീത്തയും പറഞ്ഞു. അപ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഒരു വേതാളം പതുക്കെ പതുക്കെ റീത്തയുടെ പുറകിലായി പ്രത്യക്ഷപ്പെട്ടത്. ഇതാണ് രക്തവേതാളം. ഇന്നു മുതൽ ഇത് നിന്റെ അടിമയായിരിക്കും. നീ പറയുന്നതെല്ലാം തന്നെ ഇത് കേൾക്കും. ഇത് കൂടെയുള്ളപ്പോൾ നിന്റെ ഭർത്താവ് നിന്നെ ഒന്നും ചെയ്യാനാകില്ല. താരാമുഖി അരിപ്പ് എടുത്തു. അതിൽ തന്റെ രക്തം കൊണ്ട് എഴുതി, ഈ അരിപ്പ് വെച്ചോളൂ. ഇന്ന് രാത്രി ഈ അരിപ്പ് ഉപയോഗിച്ച് നീ നിന്റെ ഭർത്താവിനെ നോക്കുമ്പോൾ ഈ രക്തവേതാളം നിന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ കേറിയിരിക്കുന്നതാണ്. പിന്നെ പതുക്കെ പതുക്കെ അവന്റെ കഥ കഴിക്കുന്നതാണ്. താരാമുഖി റീത്തയ്ക്ക് ആ അരിപ്പ് നൽകിയിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു പോയി. സമയം രാത്രിയായി. റീത്ത പൂജയ്ക്കായി റെഡിയായിരിക്കുകയായിരുന്നു. തൻ്റെ ഭർത്താവിന് വേണ്ടി കാത്തുകൊണ്ടിരുന്നു. ദിവസം മുഴുവൻ ഒന്നും കഴിക്കാതെ പട്ടിണിയായിരിക്കുന്നു. പിന്നെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, ഇന്ന് രാത്രി എല്ലാം അവസാനിപ്പിക്കണം. അപ്പോഴാണ് വിജയ് ഓഫീസിൽ നിന്നും തിരികെ വന്നത്. ഞാൻ ലേറ്റായിട്ട് വന്നില്ലല്ലോ? ഇല്ല, ഞാൻ റെഡിയായാണ് ഇരിക്കുന്നത്. വരൂ, പൂജ ചെയ്യാം, വരൂ. റീത്ത ചന്ദ്രനെ നോക്കിയിട്ട് ആ അരിപ്പ് ഉപയോഗിച്ച് തൻ്റെ ഭർത്താവിനെ നോക്കി. അരിപ്പ് ഉപയോഗിച്ച് റീത്ത തൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ വേതാളം പതുക്കെ വിജയുടെ ശരീരത്തിൽ നുഴഞ്ഞു കയറി. വിജയ് അപ്പോഴാണ് നോക്കിയത്, ആകാശത്ത് ചന്ദ്രന് പകരം ഒരു തീപ്പന്തം കത്തുകയാണ്. ഒരു വലിയ തീപ്പന്തം പോലെ. വിജയുടെ കണ്ണുകളൊക്കെ മങ്ങാൻ തുടങ്ങി. അവൻ താഴേക്ക് വീണുപോയി. ഷടാ, വിജയ്ക്ക് എന്താ പറ്റിയത്? ചേട്ടാ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? എണീക്ക്. റീത്ത വിജയുടെ മുഖത്തിൽ വെള്ളമെടുത്തൊഴിച്ചു. വിജയ് കണ്ണു തുറന്നു. പക്ഷെ ഇപ്പോൾ അവന്റെ കണ്ണുകൾ മനുഷ്യന്റെ കണ്ണുകളല്ല. അവന്റെ കണ്ണ് മൊത്തം കറുത്തതായി. അവന്റെ കണ്ണിലുള്ള വെളുത്ത ഭാഗം കറുപ്പായി മാറി. അവന്റെ വായിൽ നിന്നും കറുത്ത പുക പുറത്തു വരികയാണ്. ഇത് കണ്ടിട്ട് വിജയുടെ അച്ഛൻ കമൽദാസ് ആകെ വിഷമത്തിലായി. എന്റെ വിജയ്ക്ക് എന്താണ് സംഭവിച്ചത്? എന്റെ വിജയ്ക്ക് എന്താണ് പറ്റിയത്? റീത്ത വിജയെ തൊട്ടതും തന്നെ വിജയുടെ അസുഖം മാറി. അവൻ കാണാൻ പഴയതുപോലെയായി. ഇദ്ദേഹത്തിന് ഒന്നും പറ്റിയില്ല. ഇപ്പോൾ അവന്റെ കണ്ണ് കറുത്തു പോയിരുന്നല്ലോ. അവന്റെ വായിൽ നിന്നും കറുത്ത പുക വെളിവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല. ആദ്യം നിങ്ങൾ നിങ്ങളുടെ കണ്ണട ശരിയാക്കൂ. രാത്രി സമയം. വിജയും റീത്തയും അവരുടെ റൂമിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് വിജയുടെ കണ്ണുകൾ തുറന്നത്. റീറ്റ, എനിക്കെന്തോ വ്യത്യാസമായിട്ട് ഭയം തോന്നുന്നു. നീ എന്നെ എന്താണ് ചെയ്തത്? റീത്ത ഒന്നും മിണ്ടിയില്ല. കതകിനടുത്ത് നിന്ന് ചിരിച്ചു, അത്രയും തന്നെ. വിജയ് കിടക്കയിൽ നിന്നും എണീറ്റു. പക്ഷെ അവന്റെ കാലുകൾ തിരിഞ്ഞിരുന്നു. പാത എലുമ്പ് മുന്നിലും പിന്നെ വിരലുകൾ പുറകിലും. അവൻ റീത്തയെ നോക്കി വന്നു. പക്ഷെ പെട്ടെന്ന് നിന്നുപോയി. അവന്റെ ഹൃദയത്തിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി. എങ്ങനെയായിരുന്നെന്നാൽ ഏതോ ഒരു ശക്തി അവന്റെ ഹൃദയത്തിൽ നിന്നും കീറി മുറിക്കുന്നത് പോലെ തോന്നി. എനിക്ക് എന്താ സംഭവിക്കുന്നത്? വിജയ് തറയിൽ ഇഴഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. അവൻ ഇങ്ങനെ ഇഴഞ്ഞു വരുന്നത് കണ്ടിട്ട് കമൽദാസ് പേടിച്ചുപോയി. വിജയുടെ മുഖം വീണ്ടും ഭയങ്കരമായി മാറി. വിജയ്, നിനക്ക് എന്താ സംഭവിച്ചു? നിന്റെ ശരീരത്തിൽ നിന്നും എന്തിനാ ഇത്രയും രക്തം വരുന്നത്? കമൽദാസ് വിജയെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. വിജയുടെ ശരീരത്തിൽ നിന്നും രക്തം ഒഴുകിക്കൊണ്ടേയിരുന്നു.
അവന്റെ കണ്ണുകളൊക്കെ നല്ല കറുത്തതായി മാറിക്കഴിഞ്ഞു. അവൻ വീണ്ടും വീണ്ടും ഭയങ്കരമായി ചിരിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ സാർ, എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. ഇത് സാധാരണമായിട്ട് തോന്നിയിട്ടില്ല. വിജയന്റെ അകത്ത് അറിയാതെ ഒരു ശക്തി ഉണ്ടെന്ന് തോന്നുന്നു. അറിയാതെ ശക്തിയോ? ഇതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ ഡോക്ടർ സാർ? ഇത് മെഡിക്കൽ സംബന്ധപ്പെട്ടതല്ല, ഇത് വേറൊരു കാര്യമാണ്. ഒരു നല്ല താന്ത്രികരനെ വേഗം തന്നെ വിളിക്കൂ. നിങ്ങൾ ഒരു ഡോക്ടറാണ്. ഇതുപോലെ അന്ധവിശ്വാസത്തിനെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ വേഗം തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യൂ. അപ്പോൾ എൻ്റെ മകന് ശരിയായിക്കോളും. കമൽദാസ് പറഞ്ഞതുകൊണ്ട് ഡോക്ടർ വിജയ്ക്ക് ബാൻഡേജ് ഇട്ടത് നേരാണ്. പക്ഷേ വിജയുടെ ശരീരത്തിൽ നിന്നും രക്തം ഒലിച്ചുകൊണ്ടേയിരുന്നു. ചില സമയത്ത് നിലവിളിക്കുന്നു, ചില സമയത്ത് ഭയങ്കരമായ ശബ്ദത്തിൽ ചിരിക്കുന്നു. എനിക്ക് ഭക്ഷണം തരൂ. ഇതോ തരുന്നു മോനെ. കമൽദാസ് വിജയിനെ കഴിക്കാനായി റൊട്ടി കൊണ്ടുവന്നു. റൊട്ടി ആവശ്യമില്ല, ശ്മശാനത്തിൽ നിന്നും മാംസം കൊണ്ടുവരോ. വിജയ് ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് കമൽദാസ് പേടിച്ചുപോയി. സമയം രാത്രിയായി. വിജയ് ബെഡിൽ കിടക്കുകയാണ്. പിന്നെ അവിടെ താഴെ തന്നെ കമൽദാസ് ഉറങ്ങുന്നു. പിന്നെ പെട്ടെന്ന് ലൈറ്റ് ഗ്ലിറ്ററിംഗ് ആകാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് കമൽദാസ് പേടിച്ചുപോയി. ആ ഗ്ലിറ്ററിംഗ് ലൈറ്റിൽ കമൽദാസ് ശ്രദ്ധിച്ചു. വിജയ് ചുമരിൽ തല കീഴായി ഇഴയുകയാണ്. വിജയ് ചുമരിൽ ഇഴഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് പോയി. പിന്നെ വട്ടുപിടിച്ചതുപോലെ ഓടി. വിജയ് നിൽക്കൂ, എവിടെ ഓടുന്നു? വിജയ് അവന്റെ അച്ഛന്റെ ശബ്ദം കേട്ടിട്ട് പോലും നിന്നില്ല. കുറച്ചു സമയത്തിൽ ഇരുട്ടത്ത് കാണാതെ മറഞ്ഞുപോയി. വിജയ് ആ കിണറിനടുത്തേക്ക് ചെന്നു. അവൻ അതിൽ ചാടാൻ പോവുകയാണ്. അവന്റെ മുഖം ഭയങ്കരമായിരുന്നു. അവന്റെ കണ്ണുകളൊക്കെ കറുത്ത നിറത്തിലായിരുന്നു. അവന്റെ ശരീരത്തിൽ നിന്നും രക്തം ഒലിച്ചുകൊണ്ടിരുന്നു. റീത്ത കുറച്ചു ദൂരെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയ് ആ കിണറിനകത്തേക്ക് ചാടി, പിന്നെ മരിച്ചുപോയി. വിജയ് മരിച്ചതും തന്നെ അവന്റെ ശരീരത്തിൽ നിന്നും വേതാളം പുറത്തു വന്നു. അത് റീത്തയുടെ അടുത്തേക്ക് വന്നു. ഇപ്പോൾ എന്റെ ജോലി കഴിഞ്ഞിരിക്കുന്നു. ഇന്നു മുതൽ നീ സ്വതന്ത്രമായിരിക്കാം. പക്ഷേ ഞാൻ നിന്നെ വിട്ടിട്ട് എങ്ങോട്ടും പോയില്ല. ഇനി നീ എനിക്ക് മാത്രമാണ്. ഇത് മുതൽ നീ പറഞ്ഞതാണ് ഞാൻ കേട്ടത്. ഇനി ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഇല്ല ഇല്ല ഇല്ല.